എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പറയാൻ വേണ്ടി പോകുന്ന ടെമ്പററി ഫോറിൻ വർക്കർ പ്രോഗ്രാമിൻ്റെ ബാനെ കുറിച്ചിട്ട് പറയാൻ വേണ്ടിയിട്ട് പോകുന്ന ഒരുപാട് ആൾക്കാർക്ക് കൺഫ്യൂഷനാണ്. ഇവിടെ നിൽക്കുന്ന ആൾക്കാരുടെ വർക്ക് പെർമിറ്റ് എന്തെങ്കിലും ബാധിക്കുക, കാരണം ഇപ്പം വർക്ക് പെർമിറ്റ് ഉള്ള ആൾക്കാർക്ക് ഇനി ജോലി കിട്ടാണ്ടേ ആവോ, എന്താണ് സംഭവം എന്ന് പറഞ്ഞുതരാം. ഇത് കുറച്ച് സീരിയസ് ഇഷ്യൂസാണ്. നിങ്ങൾക്കറിയാം, ഇപ്പോൾ ഒരുപാട് സ്ട്രൈക്കുകൾ പല പല രാജ്യത്ത് നടന്നുകൊണ്ടിട്ടിരിക്കുവാണ് ഈ ഇമിഗ്രൻസിനെയൊക്കെ എടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. അപ്പോൾ അത് ഈ ഒരു ടെമ്പററി ഫോറിൻ വർക്കർ പ്രോഗ്രാം TFWP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആ ഒരു ജോലി ചെയ്യാൻ ആൾക്കാരില്ലാതെ വരുന്ന സിറ്റുവേഷൻ, അതായത് സ്കിൽസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മീറ്റ് ചെയ്യാതെ വരുന്ന സിറ്റുവേഷനിലും റോഡിൽ നിന്ന് എംപ്ലോയീസിനെ എടുക്കാനുള്ള ഒരു കപ്പാസിറ്റി ആ പല കമ്പനീസിനും കൊടുക്കും. അതായത് അതാണ് ഈ LMIA എന്ന് പറയുന്നത്. LMIA അപ്രൂവ് ചെയ്തിട്ട് നമ്മൾ പുറത്തുനിന്ന് ആൾക്കാരെ എടുക്കുന്ന ഒരു സിറ്റുവേഷൻ. പക്ഷേ ഇതിൻ്റെ അകത്ത് കുറേ ഫ്രോഡ് നടന്നേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സ്കില്ല് മീറ്റ് ചെയ്യുന്ന ആൾക്കാരും ഇല്ല എന്ന് പറഞ്ഞിട്ട് വലിയ എമൗണ്ടൊക്കെ മേടിച്ചിട്ട് ഈ പുറത്തുനിന്ന് ആൾക്കാരെ എടുക്കണം. അങ്ങനെ എടുക്കുന്നതിൻ്റെ ഫലമായിട്ട് ഇവിടെയുള്ള കനേഡിയൻ യൂത്ത് സിറ്റിസൺസിന് ജോലി ഇല്ലാത്തൊരു സിറ്റുവേഷൻ വരുന്നു. അതുകൊണ്ടിട്ടാണ് ഇപ്പോൾ സ്ട്രൈക്കൊക്കെ ഭയങ്കരമായിട്ട് പൊക്കോണ്ടിരിക്കുന്നത്. കാരണം അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുന്നു. പാൻഡമിക്കിന് മുമ്പുള്ളതിനേക്കാൾ ഇപ്പം അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് ഭയങ്കരമായിട്ട് കൂടുന്നു. അപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ TFWP ഈ ഒരു പ്രോഗ്രാം വെച്ചിട്ട് ഇവർ LMIAക്ക് ഇഷ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി. ആക്ച്വലി സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസൊക്കെ വർക്ക് പെർമിറ്റൊക്കെ തീരാറാകുന്ന സിറ്റുവേഷൻ വരും. ഈ തീരാറാകുന്ന സിറ്റുവേഷൻ വരുമ്പോഴത്തേനും നിങ്ങളിപ്പം PR-ന് വേണ്ടിയിട്ട് പല പല പ്രൊവിൻസിലേക്ക് മൂവ് ആക്കിയാൽ കൂടി നിങ്ങൾക്ക് ജോലി കിട്ടുന്നില്ല, അല്ലെങ്കിൽ ജോലി കിട്ടിക്കഴിയുമ്പോഴത്തേന് വാലിഡിറ്റി ഇല്ല, അങ്ങനത്തെ പല പല റീസൺസ് കൊണ്ടിട്ട് PR ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാതെ വരുന്ന സിറ്റുവേഷൻ ഉണ്ട്. പക്ഷേ ഈ ഒരു TFWPക്കകത്ത് പല കമ്പനീസും PR ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ LMIA ത്രൂ ഇവിടെയുള്ള ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിനെ എടുക്കും. ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിനെ മാത്രമല്ല, വിസിറ്റർ വിസ ത്രൂ ഇതിൻ്റെ അകത്തേക്ക് വരുന്ന ആൾക്കാർക്കും ഇവർ പല പല, അതായത് ഫ്രോഡ് അങ്ങനെയുള്ള രീതിയിൽ ഈ ഒരു TFWP ത്രൂ LMIA അപ്രൂവൽ കൊടുത്തിട്ട് ജോലിയിലേക്ക് കയറ്റും. ഇങ്ങനെയുള്ള പല പല ഫ്രോഡ് നടക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഈ IRCC ഈ എൻക്വയറീസ് ഒക്കെ ഭയങ്കരമായിട്ട്, റൂൾസൊക്കെ ഭയങ്കരമായിട്ട് സ്ട്രിക്റ്റ് ആക്കിയത്. അതായത് ആരൊക്കെ വരുന്നു, ഇവിടെ ആ ഒരു സ്കില്ല് മീറ്റ് ചെയ്യുന്ന ആളില്ലേ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ചതിന് ശേഷം മാത്രം LMIA കൊടുക്കണം എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഇപ്പോഴും ഭയങ്കര ഇഷ്യൂ പൊക്കോണ്ടിരിക്കുകയാണ്. അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതും കനേഡിയൻ യൂത്തിനിടയിലാണ്. അപ്പം ഇവിടെയുള്ള ആൾക്കാരുടെ ജോലി പുറത്തുനിന്നുള്ള ആൾക്കാർ വന്ന് ചെയ്യുന്നത് ഇവിടെയുള്ള ആൾക്കാർക്ക് സ്വാഭാവികമായിട്ട്, നമ്മുടെ നാട്ടിലാണെങ്കിലും അങ്ങനെയാണ്. കാരണം നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്ക് ജോലി ഇല്ലാണ്ട് പുറത്തെ രാജ്യത്തുനിന്ന് ആൾക്കാർ നമ്മുടെ നാട്ടിൽ വരുമ്പോഴത്തേനും ഓഫ് കോഴ്സ് എന്തായാലും പ്രശ്നങ്ങൾ സംഭവിക്കും. അത് തന്നെയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നം. ഈ ഒരു TFWൻ്റെ അകത്ത് ബാൻ ചെയ്യുക, പിന്നെ അത് മാത്രമല്ല ഇതിനകത്ത് കുറച്ച് ഫീൽഡുണ്ട്. അതായത് അഗ്രികൾച്ചർ, ഹെൽത്ത് കെയർ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേന് സ്കിൽസ് മീറ്റ് ചെയ്യാത്ത, അതായത് ഇവിടെയുള്ള ആൾക്കാർക്ക് ആ ഒരു ജോലിയിലേക്ക് എൻട്രി ചെയ്യാൻ വേണ്ടി സ്കിൽസ് മീറ്റ് ചെയ്യാത്തുള്ള സിറ്റുവേഷൻസ് ഉണ്ട്. അങ്ങനെ വരുമ്പോഴത്തേന് ഇവർ കുറച്ച് റൂൾസ് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഇതിലൊക്കെ പബ്ലിഷ് ചെയ്യുക, പബ്ലിഷ് ചെയ്തിട്ട് ഇത്ര നാൾ വെയിറ്റ് ചെയ്യുക, ഇവിടെ നിന്ന് ആരും വന്നില്ലെങ്കിൽ മാത്രം നിങ്ങൾ പുറത്തുനിന്ന് ആളിനെ എടുക്കുക. അതും കുറച്ച് റൂൾസൊക്കെ ഫോളോ ചെയ്തിട്ട്, അപ്പം അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇപ്പം ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഇതാണ് ഈ TFWP ബാനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആക്ച്വൽ സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും. ഇവിടെയുള്ള വർക്ക് പെർമിറ്റുള്ള ആൾക്കാർക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ഈ ഒരു വർക്ക് പെർമിറ്റിലുള്ള ആൾക്കാർ ഈ ഒരു TFWP ത്രൂ LMIA ത്രൂ ഉള്ളിലത്തേക്ക് കടന്നിട്ട് ഇവിടെയുള്ള ആൾക്കാർക്ക് ജോലി കിട്ടാത്ത സിറ്റുവേഷൻ വരുന്നു. അതും ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡഡ് ആണ്. ഇതാണ് TFWP ബാനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആക്ച്വൽ സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. വളരെ ചെറിയൊരു വീഡിയോ ആയിരുന്നു. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും നിങ്ങൾ താഴെ കമൻറ്റായിട്ട് മെൻഷൻ ചെയ്യുക. എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം, പറയണം, കേൾക്കണം അങ്ങനെയുണ്ടെങ്കിൽ അതും മെൻഷൻ ചെയ്യുക. ഇനി നമുക്ക് പുതിയൊരു വീഡിയോയിൽ പുതിയൊരു ടോപ്പിൽ കാണാം. അതുവരെ ബൈ.